ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുള്ളതിൽ നിന്ന് ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ട് ചൂടാക്കാൻ പ്ലേറ്റിലേക്ക് ഇട്ട് വെച്ചിരിക്കുന്നതാണിത് കേട്ടോ. 2 ഐറ്റം വെജിറ്റബിൾസും പിന്നെ മീനാണ്. ഈ മീൻ എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. വെളിച്ചെണ്ണയ്ക്ക് ഇത്രയും വില കൂടിയ കാലത്ത് ഓയിലിൽ മീൻ പൊരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട. നമുക്ക് മീൻ കഴിക്കണമെങ്കിൽ ഏറ്റവും നല്ലത് കറി വെച്ച് കഴിക്കാനാണ്. അല്ലെങ്കിൽ ഇതുപോലെ വേവിച്ചിട്ട് സ്റ്റീം ചെയ്തിട്ടൊക്കെ കഴിക്കാം. കറിയാക്കി കഴിയുമ്പം എപ്പോഴും ബാക്കിയാകാറാണ് പതിവ്. അങ്ങനെ വന്നപ്പം കുറച്ച് മീൻ റോസ്റ്റ് ചെയ്ത് കഴിച്ച് നോക്കി. ഇപ്പോൾ പിന്നെ ഐറ്റം ഒന്ന് മാറ്റാമെന്ന് വെച്ചു. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. കഴുകിയെടുത്തിട്ടുള്ള മീനിലേക്ക് ഒരു ഉള്ളി, ഒരു തക്കാളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 1-2 പച്ചമുളക് കൂടെ ചേർക്കാം കേട്ടോ. പിന്നെ ഉപ്പും മഞ്ഞളും മുളക് പൊടിയും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പും എരിവും ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എനിക്കിപ്പം അധികം എരിവ് കഴിക്കാൻ ഇഷ്ടമാണെങ്കിലും കൂടിയിട്ട് വയറിന് പറ്റില്ല. അതുകൊണ്ട് ഞാനൊരു മീഡിയം എരിവിലാണ് ഇപ്പോൾ മീനൊക്കെ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പോരാ എന്ന് തോന്നിയപ്പോൾ കുറച്ചുകൂടെ ഉപ്പും മുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല. പക്ഷേ പച്ച വെളിച്ചെണ്ണ ലാസ്റ്റ് ഒഴിച്ചു കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വേവാനായിട്ടൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വാഴയില വെച്ച് കൊടുക്കാം. വാഴയില ഇല്ലാത്തത് കൊണ്ട് ഞാൻ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ കറിവേപ്പില എയറിൽ തന്നെ വെച്ചിട്ട് ഉണക്കിയെടുത്താൽ ഒരുപാട് കാലം നമുക്ക് കേടാകാതെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കറിവേപ്പില ഇട്ടതിന് ശേഷം തക്കാളിയും ഉള്ളിയൊക്കെ ഒന്ന് നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം മീനാണ് ഞാൻ ഒന്ന് നിരത്തി വെച്ച് കൊടുത്തത്. ഇനി അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊരു അരികിലൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. പണ്ടൊക്കെ വീട്ടിൽ ഇതുപോലെ മീൻ വറ്റിച്ചെടുക്കുമായിരുന്നു. പക്ഷെ അതിനകത്ത് ഇങ്ങനെ ഉള്ളി, തക്കാളി, വെളിച്ചെണ്ണ ഒന്നും ചേർക്കാറില്ല. വെന്ത് വറ്റിക്കഴിയുമ്പോൾ മുകളിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരുന്നു. ചിലപ്പം വീണ്ടും എടുത്തിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുമായിരുന്നു. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ചൂടായി വരുമ്പോൾ മീനിൽ നിന്നുള്ള വെള്ളം തന്നെ കൂടുതലായിട്ട് ഏറി വരും. അതൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇങ്ങനെ ചരിച്ച് നോക്കുമ്പോൾ സൈഡിലേക്ക് അധികം ഒന്നും വെള്ളം വരുന്നത് കാണുന്നില്ല. ഈ ഒരു ചട്ടിയിലുണ്ടല്ലോ, ഈ ഒരു കായത്തിൽ ചോറിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇതിന് കൂടുതൽ എരിവ് കാര്യമായിട്ട് അങ്ങനെ കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനിങ്ങനെ ഉപ്പേരിയൊന്നും ഈ ഒരു ചട്ടിയിലിട്ടിട്ട് കുഴച്ചിട്ട് കഴിച്ചിട്ടില്ല. ഞാൻ വെന്ത് കഴിഞ്ഞ് ചൂടാറി കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ സ്റ്റോർ ചെയ്യാനുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. മീൻ ഉടയാതെ തന്നെ നമുക്ക് സ്പൂണോ ചെറിയ ചട്ടകമൊക്കെ വെച്ചിട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. ഞാൻ വേവിച്ചെടുത്ത ചട്ടിയുടെ അടിഭാഗമാണിത്. കരിഞ്ഞതൊന്നും നമ്മളെടുത്ത് കഴിക്കേണ്ടതില്ല. അതില്ലാതെ ബാക്കിയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉള്ളിയോ തക്കാളിയൊക്കെ എടുത്തിട്ട് കഴിക്കാം കേട്ടോ. വാഴയിലയാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ എളുപ്പമാണ്. നമുക്ക് ആ ഒരു വാഴയിലയിൽ നിന്ന് മീനിനെ ഒട്ടും കരിയാതെ കിട്ടും. എല്ലാ ദിവസവും ഞാൻ ഭക്ഷണം ഉണ്ടാക്കാറില്ല. അത് വാങ്ങിക്കുന്നത് ഒരാഴ്ചത്തേക്കോ 10 ദിവസത്തേക്കോ ഒക്കെ ഭക്ഷണം പാകം ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യാറുള്ളത്. ചെറിയൊരു മൺചട്ടിയിലാണ് ഉണ്ടാക്കിയെടുത്തത്. അതുകൊണ്ട് തന്നെ അത് കഴുകിയിട്ട് വീണ്ടും ബാക്കിയുള്ള മീൻ കൂടെ ഇതുപോലെ തന്നെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വലിയൊരു പാത്രത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ പ്രാവശ്യം തന്നെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഒരാഴ്ചത്തേക്ക് അല്ലെങ്കിൽ 10 ദിവസത്തേക്കൊക്കെ ഒരുമിച്ച് തയ്യാറാക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ രണ്ടാമത് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ വെന്ത് കഴിയുമ്പോൾ ഞാനിത് സ്റ്റോർ ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റും. പിന്നെ ഓയിലിൽ നമ്മൾ മീൻ പൊരിച്ച് കഴിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ഇതുപോലെ മീൻ വേവിച്ചതിന് ശേഷം വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ കഴിക്കുന്നതായിരിക്കും. എൻ്റെ ചെറുപ്പത്തിൽ വീട്ടിൽ ചെറിയ മാന്തൾ കിട്ടുമ്പോൾ ഇതുപോലെ ചട്ടിയിൽ മസാല മാത്രം തേച്ചിട്ട് വറ്റിച്ചിട്ട് മുകളിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കഴിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ അതുപോലെ ഈ വലിയൊരു മീൻ ഉണ്ടാക്കി നോക്കി. ഇത് റോഹു ഫിഷാണ്. ഇതുണ്ടാക്കി നോക്കി. പക്ഷേ അതെനിക്ക് അത്ര നല്ലതായിട്ട് തോന്നിയില്ല. ഇങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ ചേർത്തിട്ട് വേണമെങ്കിൽ ഇച്ചിരി പുളിയൊക്കെ പിഴിഞ്ഞ് ചേർത്തിട്ടാണ് വറ്റിച്ചെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു പുളിയുടെ ടേസ്റ്റ് കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ കറി ഇല്ലാതെ തന്നെ നമുക്ക് ആ ഒരു വെജിറ്റബിൾസൊക്കെ കൂട്ടിയിട്ട് കഴിക്കുന്നൊരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുവരെ ബൈ.